ജയരാജ് സംവിധാനം ചെയ്ത് 1996 പുറത്തിറങ്ങിയ ചിത്രമാണ് ദേശാടനം. മലയാളത്തിലെ ഒരു ക്ലാസിക് കൃതിയാണിത്. ആത്മീയതയും കുടുംബ ബന്ധങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ഈ ചിത്രം ഒരു സന്യാസ മഠത്തിന്റെ തലവനായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ബാലന്റെയും അവന്റെ കുടുംബത്തിന്റെയും മാനസിക സംഘർഷങ്ങളാണ് വരച്ചു കാട്ടുന്നത്. അപാരമായ പാണ്ഡിത്യമുള്ള പരമേശ്വരൻ പാച്ചു എന്ന 10 വയസ്സുകാരൻ ഒരു മഠത്തിന്റെ ഉത്തരാധികാരിയായി തിരഞ്ഞെടുക്കപ്പെടുന്നു. ആത്മീയമായ ഔന്നിത്യമായി ഇതിനെ മുത്തച്ഛൻ കാണുമ്പോൾ മകനെ നഷ്ടപ്പെടുന്ന അമ്മയുടെയും അച്ഛൻ്റെയും വിങ്ങലാണ് സിനിമയുടെ കാതൽ. പാരമ്പര്യ വിശ്വാസങ്ങളും മാതൃവാത്സല്യവും തമ്മിലുള്ള പോരാട്ടമാണ് ഇതിൽ പ്രകടമാകുന്നത്. കുടുംബമാവുന്ന എല്ലാ ബന്ധങ്ങളെയും അറുത്തുമാറ്റുന്ന പുരുഷ സൂക്തം പോലുള്ള കർമ്മങ്ങൾ സിനിമയിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന രംഗങ്ങളാണ്. വാണിജ്യ ചേരുവകൾ ഒഴിവാക്കി വളരെ സ്വാഭാവികമായ ശൈലിയിലാണ് ജയരാജ് ഈ ചിത്രം ഒരുക്കിയത്. ചുരുങ്ങിയ ചിലവിൽ നിർമ്മിച്ച ഈ ചിത്രം ജയരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച സൃഷ്ടികളിലൊന്നായി വിലയിരുത്തപ്പെടുന്നു. വിജയരാഘവന്റെയും മിനി നായരുടെയും പ്രകടനം മാതാപിതാക്കളുടെ വേദനയെ തീവ്രമായി പ്രതിഫലിപ്പിച്ചു. മാസ്റ്റർ കുമാർ പാച്ചുവായും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുത്തച്ഛനായും അവിസ്മരണീയമായ പ്രകടനം തന്നെ കാഴ്ചവെച്ചു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഒരുക്കിയ ഗാനങ്ങൾ സിനിമയുടെ അന്തരീക്ഷവുമായി അലിഞ്ഞു ചേർന്ന് നിൽക്കുന്നു. പ്രത്യേകിച്ച് കളിവീടുറങ്ങിയല്ലോ എന്ന ഗാനം ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നോവായി അവശേഷിക്കുന്നു. MG രാധാകൃഷ്ണന്റെ ദൃശ്യങ്ങൾ കേരളീയമായ ഗ്രാമീണതയെയും മഠത്തിലെ നിഗൂഢതയെയും ഒരേപോലെ ഒപ്പിയെടുത്തു. 1997 മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഈ ചിത്രം കരസ്ഥമാക്കി. മികച്ച സംവിധായകൻ ഉൾപ്പെടെയുള്ള നിരവധി കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ഈ ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട്. സിനിമ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ബ്രാഹ്മണ സമുദായത്തിലെ ആചാരങ്ങളെയും സന്യാസത്തെയും കുറിച്ചാണ്. 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ പ്രാപ്തനാണോ എന്ന ചോദ്യം സിനിമ ഉയർത്തുന്നു. കുടുംബത്തിന്റെ അന്തസ്സിനും ആത്മീയ ഉന്നതിക്കും വേണ്ടി ഒരു കുട്ടിയുടെ ബാല്യം ബലി കഴിപ്പിക്കപ്പെടുന്നത് ഇതിൽ കാണാം. ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിൻ്റെ മേലുള്ള അവകാശത്തേക്കാൾ വലുതാണ് ആചാരങ്ങൾ എന്ന് സമൂഹം വിധിക്കുന്നു. സന്യാസം സ്വീകരിക്കുന്നതോടെ കുട്ടി മാതാപിതാക്കൾക്ക് മരിച്ചതിന് തുല്യമായി മാറുന്ന വിരോധാഭാസം അന്നത്തെ യാഥാസ്ഥിതിക സാമൂഹിക ക്രമത്തെ പ്രതിഫലിപ്പിക്കുന്നു. സിനിമയുടെ ക്ലൈമാക്സിനോടടുത്തുള്ള ഈ രംഗം, അതായത് പുരുഷ സൂക്തം, ജീവിച്ചിരിക്കെ നടത്തുന്ന ബലി വേദനിപ്പിക്കുന്നതാണ്. തൻ്റെ മകൻ സന്യാസം സ്വീകരിക്കുന്നതിന് മുന്നോടിയായി അച്ഛനായ വിജയരാഘവൻ മകനു വേണ്ടി ബലികർമ്മങ്ങൾ ചെയ്യുന്നു. അതായത് മകൻ മരിച്ചതായി കണക്കാക്കി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പിണ്ഡം സമർപ്പിക്കുന്നു. ഈ രംഗത്തിൽ ക്യാമറ ഒപ്പിയെടുക്കുന്നത് അച്ഛൻ്റെ വിറയ്ക്കുന്ന കൈകളും അമ്മയുടെ തകർന്ന ഹൃദയവുമാണ്. മകനെ തൊടാനോ സംസാരിക്കാനോ കഴിയാത്ത വിധം അവൻ ഒരു ദൈവമായി മാറുന്ന നിമിഷം യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിന്റെ തകർച്ചയാണ്. കളിവീടുറങ്ങിയല്ലോ എന്ന ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ ആ കുട്ടി കാവി വസ്ത്രം ധരിച്ച് നടന്നു നീങ്ങുമ്പോൾ അവശേഷിക്കുന്നത് വലിയൊരു ശൂന്യതയാണ്. സന്യാസം സ്വീകരിച്ച ശേഷം മഠത്തിൽ പാച്ചു അനുഭവപ്പെടുന്ന ഒറ്റപ്പെടൽ, മതപരമായ ചട്ടക്കൂടുകൾ എങ്ങനെയാണ് സ്വാഭാവിക വികാരങ്ങളെ അടിച്ചമർത്തുന്നത് എന്ന് കാണിച്ചു തരുന്നുണ്ട്. സ്നേഹിക്കാൻ കൊതിക്കുന്ന ഒരു ബാലൻ തനിക്ക് ചുറ്റും വന്ദിച്ചു നിൽക്കുന്ന മുതിർന്നവർക്കിടയിൽ തടവിലാക്കപ്പെട്ട അവസ്ഥ സിനിമ ഭംഗിയായി ആവിഷ്കരിച്ചു. ദേശാടനം എന്ന സിനിമയിലെ മാസ്റ്റർ കുമാർ അവതരിപ്പിച്ച പരമേശ്വരൻ എന്ന പാച്ചു കഥാപാത്രം മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ബാലതാര പ്രകടനങ്ങളിൽ ഒന്നായി കണക്കാക്കാം. ഒരു സാധാരണ 10 വയസ്സുകാരൻ്റെ കുസൃതികളും തമാശകളും പാച്ചു എന്ന കഥാപാത്രത്തിലൂടെ കുമാർ വളരെ സ്വാഭാവികമായി അവതരിപ്പിച്ചു. തുടക്കത്തിലെ ഈ നിഷ്കളങ്കതയാണ് പിന്നീട് അവൻ സന്യാസത്തിലേക്ക് മാറുമ്പോഴുള്ള വേദനയുടെ ആക്കം കൂട്ടുന്നത്. തൻ്റെ ജീവിതം മാറിമറിയാൻ പോകുകയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങളിലെ ആ കുട്ടിയുടെ മുഖഭാവങ്ങൾ അതിശയിപ്പിക്കുന്നതായിരുന്നു. പ്രത്യേകിച്ച് അച്ഛനും അമ്മയും തനിക്ക് ചുറ്റും കരയുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ നോക്കി നിൽക്കുന്ന ആ നോട്ടം പ്രേക്ഷകരുടെ ഉള്ളുലയ്ക്കുന്നതാണ്. സിനിമയുടെ 2ാം പകുതിയിൽ ഒരു സന്യാസിയായി മാറിയ ശേഷം കുട്ടിക്കാലത്തെ ചടുലത വെടിഞ്ഞ് ഗൗരവമുള്ള ശരീരഭാഷയിലേക്ക് കുമാർ മാറുന്നത് വളരെ പക്വതയോടെയാണ്. ഒരു കുട്ടിയിൽ നിന്ന് ദൈവസമാനമായ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടവന്റെ ഏകാന്തത ആ കണ്ണുകളിൽ കാണാമായിരുന്നു. ഈ മികച്ച പ്രകടനത്തിന്
1996 മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മാസ്റ്റർ കുമാറിന് ലഭിച്ചു. ദേശാടനത്തിലെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അവതരിപ്പിച്ച മുത്തച്ഛൻ കഥാപാത്രം സിനിമയുടെ ഗതിയെ നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. തൻ്റെ പേരക്കുട്ടി ഒരു മഠാധിപതിയാകുന്നത് കുടുംബത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പുണ്യമാണെന്ന് വിശ്വസിക്കുന്ന പാരമ്പര്യവാദിയായ കാരണവരായാണ് അദ്ദേഹം വരുന്നത്. സ്വന്തം മകൻ്റെയും മരുമകളുടെയും വേദനയേക്കാൾ ആചാരങ്ങൾക്കും ഭക്തിക്കുമാണ് അദ്ദേഹം മുൻഗണന നൽകുന്നത്. പിൽക്കാലത്ത് മലയാള സിനിമയിലെ പ്രിയപ്പെട്ട മുത്തച്ഛനായി മാറിയ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ആദ്യകാല വേഷങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഒരു യാഥാസ്ഥിതിക നമ്പൂതിരി ഇല്ലത്തെ കാരണവരുടെ പക്വതയും ഗൗരവവും അദ്ദേഹം തന്മയത്വത്തോടെ അവതരിപ്പിച്ചു. പേരക്കുട്ടിയോട് സ്നേഹമുണ്ടെങ്കിലും അവനെ ദൈവത്തിന് സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് മുന്നിൽ അദ്ദേഹം വികാരാധീനനാകാതെ നിൽക്കുന്നു. എന്നാൽ സിനിമയുടെ അവസാന ഭാഗങ്ങളിൽ പാച്ചുവിനെ പിരിയുന്ന നിമിഷം ആ മുഖത്തുണ്ടാകുന്ന നിശബ്ദമായ ഭാവമാറ്റങ്ങൾ ശ്രദ്ധേയമാണ്. ഈ വേഷം അദ്ദേഹത്തിന് വലിയ ശ്രദ്ധ നേടിക്കൊടുക്കുകയും പിന്നീട് മലയാള സിനിമയിലെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായി അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തു. M3DB പ്രകാരം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ക്യാരക്ടർ റോളുകളിൽ ഒന്നാണിത്.